ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ദ സ്പെൽ എന്ന മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയെ പറ്റിയാണ്. ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് നായകൻ തന്റെ അച്ഛനെ മരണവിവരം അറിഞ്ഞ് കുടുംബത്തോടൊപ്പം തിരിച്ചു നാട്ടിലേക്ക് പോവുകയും പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവുകയും പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലെ. സിനിമയുടെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ തന്റെ ശരീരം ഒരു കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നതായിട്ടാണ്. അയാളുടെ ശരീരത്തിൽ ഒരുപാട് മുറിപ്പാടുകളും തഴമ്പുകളും ഒക്കെ ഉണ്ട്. അയാൾ ഒരു കോടീശ്വരനായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുന്നത് അയാളുടെ ഭാര്യ ഒരു മുറിയിൽ ലോക്കായി പോകുന്നു. അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് ആ കതകൊന്ന് തുറന്നു കൊടുക്കാനായിട്ട്. അയാൾ ചിരിച്ചുകൊണ്ട് നിസ്സാരം ഒരു പേന കൊണ്ട് തന്നെ ആ മുറി അൺലോക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ എത്തുമ്പോൾ അറിയുന്നതാണ് തന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന്. ആ ഒരു വാർത്ത കേട്ടിട്ടും അയാൾക്കൊരു വിഷമമോ അല്ലെങ്കിൽ ഭാവ വ്യത്യാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നായകൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും അച്ഛന്റെ മരണ വാർത്ത പറയുന്നു. അതിനോടൊപ്പം തന്നെ ആ മനുഷ്യൻ തന്റെ കുട്ടിക്കാലത്ത് തന്നോട് ചെയ്ത ക്രൂരതകളെ പറ്റി വിവരിക്കുന്നു. അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലേ ആ തഴമ്പുകളും മുറിപ്പാടുകളും ഒക്കെ, അതെല്ലാം അവന്റെ അച്ഛൻ അവനോട് കുട്ടിക്കാലത്ത് ചെയ്തതാണ്. ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് താൻ നാട് വിട്ടതും ഈ ഒരു നിലയിൽ തനിക്ക് ഉയരാൻ കഴിഞ്ഞതെന്നും ഹീറോ അവരോട് പറയുന്നു. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ളതല്ലേ, എങ്ങനെയായാലും സ്വന്തം അച്ഛനല്ലേ, ഒന്ന് പോയി കാണണം, ശേഷക്രിയകളൊക്കെ ചെയ്യണം എന്ന് നായകന്റെ ഭാര്യ അവനോട് പറയുന്നു. അങ്ങനെ ഹീറോയും ഭാര്യയും രണ്ട് മക്കളും കൂടി അവരുടെ തന്നെ പ്രൈവറ്റ് ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് യാത്രയാകുന്നു. ഇടയ്ക്ക് വെച്ച് പ്ലെയിനിന്റെ ഫ്യൂവൽ നിറയ്ക്കാനായി അവർ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയും പ്ലെയിനിൽ ഫ്യൂവൽ നിറയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ നായകൻ അവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു. ആ കടയിലാണെങ്കിലോ പല്ലിയും പഴുതാരയും എലിയും ഒക്കെ, ചത്ത പല്ലിയും പഴുതാരയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കുപ്പിയിലാക്കി വെക്കുന്നു. അതിനോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലുകളെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നതായി അവൻ ശ്രദ്ധിക്കുന്നു. ആ കടയുടമസ്ഥൻ ഒരു കുശലം ചോദിക്കുന്ന രീതിയിൽ തന്നെ എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ നമ്മുടെ നായകനോട് ചോദിക്കുന്നു. ഈ മലകൾ കഴിഞ്ഞുള്ള ആ ഗ്രാമത്തിലേക്കാണ് എന്ന ഹീറോ മറുപടിയും കൊടുക്കുന്നു. അവിടെയൊന്നും പോകല്ലേ മോനെ, അവിടെ പോയിട്ട് ജീവനോടെ ആരും തിരിച്ചു വന്നിട്ടില്ല എന്ന് അയാൾ ഹീറോയോട് പറയുന്നു. അതൊരു ശപിക്കപ്പെട്ട നാടാണെന്നും പറയുന്നു. അതേസമയം പുറത്ത് നമ്മുടെ നായകന്റെ മകൻ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി കാറ്റ് കൊള്ളാനായിട്ട് റേഞ്ച് പിടിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ നാട്ടിലുള്ള ഒരു പയ്യൻ വന്ന് സംസാരിക്കുന്നു. ഓ, എന്താ ഫ്ലൈറ്റിലൊക്കെ ആണല്ലോ, കയ്യിൽ എന്താ സെൽഫോൺ ആണോ? അതായത് അവൻ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ, അവൻ ആദ്യമായി കാണുന്ന ഒരു ആശ്ചര്യത്തിൽ ആ പയ്യൻ നായകന്റെ മകനോട് ചോദിക്കുന്നു എങ്ങോട്ടേക്കാണ് യാത്രയെന്നും അവൻ തിരക്കുന്നു. ഹീറോ പറഞ്ഞ പോലെ തന്നെ മലകൾ കഴിഞ്ഞുള്ള ഗ്രാമത്തിലേക്കാണെന്ന് അവൻ മറുപടി പറയുന്നു. ആ ബെസ്റ്റ്, ജീവനോടെ തിരിച്ചു വന്നാൽ ഇനിയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവിടെ നിന്ന് നടന്നാകുന്നു. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അവരവരുടെ യാത്ര തുടങ്ങുന്നു. ഇടിയും കാറ്റിനും ഇടയിൽപ്പെട്ട് ഈ ഫ്ലൈറ്റ് ക്രാഷായി താഴെ വീഴുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ ഞെട്ടി എഴുന്നേൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അവന്റെ കാല് നിലത്ത് കുത്താൻ സാധിക്കുന്നില്ല. കാലിൽ നല്ലൊരു മുറിവ് തന്നെയുണ്ട്. താൻ എവിടെയാണെന്ന് മനസ്സിലാകാതെ അവൻ അവിടെ കിടന്ന് അലറി വിളിക്കുന്നു. ഇത് കേട്ട് ഒരു കിഴവി അങ്ങോട്ടേക്ക് വരുന്നു. ഒന്നുമില്ല ഭയപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവരൊക്കെ സുരക്ഷിതമല്ലേ, അവരൊക്കെ എവിടെ എന്ന് അവൻ അന്വേഷിക്കുന്നു. ഇല്ല മോനെ, ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലത്ത് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കിഴവി മറുപടി പറയുന്നു. ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്, എനിക്ക് എന്റെ ഭാര്യ മക്കളെ ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞ് അവൻ ഒച്ച വെക്കുന്നു. ഇത് കേട്ട് കിഴവിയുടെ ഭർത്താവ് അവിടേക്ക് വന്ന് അയാളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ടും നായകൻ അടങ്ങിയില്ല. ഈ സമയത്ത് ഒരു ജിമ്മൻ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങി ഓടാൻ പോയ നമ്മുടെ നായകനെ പിടിച്ചെടുത്ത് തിരിച്ച് ബെഡിൽ കൊണ്ടിടുന്നു. അപ്പൊ തന്നെ ആ കിഴവി വന്ന് നായകന്റെ മുഖത്തേക്ക് ഒരു പൊടി ഊതി അവൻ അത് ശ്വസിച്ച ഉടനെ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. പുറത്തേക്ക് വന്ന ആ കിഴവി വീടിന് ചുറ്റും നിന്ന് മണ്ണെടുത്ത് ഹീറോയുടെ രക്തവും നഖവും അവന്റെ ഡ്രസ്സും ഒക്കെ വെച്ച് ഒരു പാവ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പാവ അവരുടെ ഭർത്താവിനെ കാണിക്കുമ്പോൾ അയാൾ അതിലേക്ക് കാർക്കിച്ചു തുപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ജിമ്മനോട് പറയും ഒരു കുഴിയെടുക്കാൻ. അതിനുശേഷം ആ കിഴവി ഹീറോയുടെ അടുത്ത് വന്ന് ആ പാവ കൊടുത്തിട്ട് പറയും, നിനക്കാണ് ഞാൻ ഈ മന്ത്രബൊമ്മ ഉണ്ടാക്കിയത്, ഇതുണ്ടെങ്കിൽ നിന്റെ ശരീരം പെട്ടെന്ന് ശരിയാകും, അത് മാത്രമല്ല ഇതിന് നടക്കുന്ന നല്ലതും ചീത്തയും ഒക്കെ നിനക്കും നടക്കും എന്നും പറഞ്ഞ് അവർ അതൊരു ജനലിന്റെ സൈഡിൽ വെച്ചിട്ട് പോകുന്നു. അതിനുശേഷം അവിടെ ഉപ്പ് കൊണ്ട് ഒരു കോലവും ഒക്കെ ഇട്ടിട്ട് പോകുന്നു. അന്ന് രാത്രി ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ നായകനുണ്ടല്ലോ അവിടെയുള്ള ജനൽ തുറന്ന് പുറത്തേക്ക് വന്നു. നല്ല മഴയുണ്ടായിരുന്നു. തന്റെ കാലാണെങ്കിൽ നല്ല വേദന. പതുക്കെ നടന്ന് ജനൽ തുറന്ന് മച്ചിന്റെ മേലെ കൂടെ അവൻ പോകുന്നു. അവിടെയുള്ള ഓടെടുത്ത് മാറ്റി താഴെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ ആളുകൾ കൂടിയിരിക്കുന്നു. അതിൽ ഒരാൾക്ക് സംസാരശേഷിയില്ല. ആ കിഴവി ഇപ്പോൾ ഇവളെ ഞാൻ സംസാരിപ്പിച്ച് കാണിച്ചു തരാമെന്ന് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു പൂച്ചയുടെ നാവ് പിഴുതെടുത്ത് ആ പെണ്ണിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു മന്ത്രബൊമ്മയിൽ വച്ചു പിടിപ്പിക്കുന്നു. ഉടനെ തന്നെ അവൾ സംസാരിക്കാനും തുടങ്ങുന്നു. പിന്നെ ഒരാൾക്ക് കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു.
പോകുന്നു. ഒരു ആടിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് അയാളുടെ കണ്ണിൽ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കും, നീ എന്താണ് കാണുന്നതെന്ന്. ഉടനെ തന്നെ അയാൾ മുകളിലേക്ക് ചൂണ്ടിയിട്ട് പറയും, നമ്മളെ എല്ലാരും ഒരാൾ മുകളിൽ നിന്ന് നോക്കുന്നു. കിഴവി പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല. ആ കിഴവി അത് അവൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ നായകൻ ആ ബെഡിൽ ഉണ്ടായിരിക്കും. എന്താ ജനൽ തുറന്നു കിടക്കുന്നതെന്ന് അവർ അന്വേഷിക്കും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, അത് കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് ഞാൻ തുറന്നിട്ടതാ. ഓഹോ, എങ്കിൽ നീ എന്താ നനഞ്ഞിരിക്കുന്നതെന്ന് കിഴവി പിന്നെയും ചോദിക്കുന്നു. ഞാൻ എന്റെ ഭാര്യയും മക്കളെയും കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങളും ഇങ്ങനെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കുഴപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ സെന്റി അടിച്ച് ആ കിഴവിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പിറ്റേന്ന് രാവിലെ നായകന് കുടിക്കാൻ കിഴവി ഒരു സൂപ്പ് കൊടുക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ അത് ആവേശത്തോടു കൂടി കുടിക്കുന്നു. അതിലുള്ള എല്ലും അവൻ ആസ്വദിച്ച് കടിച്ച് കടിച്ച് കഴിക്കുന്നു. സൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട്, ഒരു കപ്പ് കൂടി തരാമോ എന്നവൻ കിഴവിയോട് ചോദിക്കുന്നു. ഓ ശരി, ദാ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കിഴവി താഴേക്ക് പോകുന്ന സമയം കൊണ്ട് ഹീറോ ഉള്ള ആ റൂമിന്റെ ഡോറിന്റെ സൈഡിൽ ഒരു അലാരം പോലെ ഒരു മണി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ നായകൻ രക്ഷപ്പെടാനായിട്ട് അവിടെ അകത്തുനിന്ന് തുറന്നിറങ്ങുന്നെങ്കിൽ ഈ കിഴവിക്കും കിഴവനും അറിയാനായിട്ട് വേണ്ടി ഒരു ബെല്ലും ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ ഒരു കീയും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ നായകൻ എടുത്തു മാറ്റി കയ്യിൽ വയ്ക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കിഴവി തിരിച്ചു വന്ന് ആ സൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലുകളെല്ലാം ഒരു തുണിയിൽ പൊതിഞ്ഞ് ഇവന് കൊടുക്കുന്നു. ഇതെന്താ അപ്പ ഈ എല്ലുകളല്ലേ എനിക്ക് തരണേന്ന് ഇയാൾ ചോദിക്കുമ്പോൾ, എന്തായാലും നീ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കിഴവി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ എല്ലുകളെല്ലാം കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ എന്താ, ഒരു മനുഷ്യന്റെ കൈയുടെ എല്ലുകളായിരുന്നു അത് മനസ്സിലാക്കിയതും നായകൻ ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം കാണുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, പുള്ളി ഈ ഡോറൊക്കെ അൺലോക്ക് ആക്കി വെച്ചല്ലോ, അതിൽ നിന്ന് നൈസായിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നത് കിഴവി അറിയുന്നു. എന്നിട്ട് അത് മനസ്സിലാക്കിയതും അവനെ പിടിക്കെന്ന് ഒച്ചത്തിൽ അലറുന്നു. ഹീറോ ഓടി ഓടി ഫ്ലൈറ്റ് ക്രാഷ് ആയ സ്ഥലത്തെത്തി അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. പക്ഷെ ഭാര്യയും മക്കളെയും ഒന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ ഒരു മരത്തിൽ ആ കിഴവി ഉണ്ടാക്കിയതുപോലെ ഒരു ബൊമ്മ കുത്തി വെച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കും. ദൂരെ ഒരു വീട്ടിൽ ലൈറ്റ് കത്തുന്നതും അവൻ കാണുന്നു. തന്റെ ഭാര്യയും മക്കളും അവിടെ കാണുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നതും നമ്മുടെ ആ ജിമ്മനിലെ അവൻ ചാടി വീണ് നായകനെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെയും നായകൻ അതേ ബെഡിൽ ഞെട്ടി എഴുന്നേൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ ആ കിഴവനും കിഴവിയും എങ്ങോട്ടോ പോവാനായി റെഡിയാവുകയാണ്. കൂടെ ആ ജിമ്മനും ഉണ്ട്. ഇത് തന്നെയാണ് രക്ഷപ്പെടാൻ നല്ലൊരു അവസരം എന്ന് കരുതി ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ കാല് അസഹനീയമായി വേദനിക്കാൻ തുടങ്ങും. ഇതെന്താണ് എന്റെ കാലിന് പറ്റിയെന്ന് അറിയാനായി ആ ഡ്രസ്സിങ്, ആ ബാൻഡേജ് ഇട്ട തുണി ഉണ്ടല്ലോ അത് ഊരി മാറ്റുമ്പോൾ എന്താ, ഒരു വലിയൊരു ആണി അവന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അടിച്ച് കുത്തി കയറ്റി വെച്ചിരിക്കുന്നു. പല്ല് കടിച്ച് സകല വേദനയും സഹിച്ച് നായകൻ ആ ആണി വലിച്ചിരുന്നു. എന്നിട്ട് പതുക്കെ റൂമിന് പുറത്തേക്ക് വരുന്നു. അവിടെ 3 കുഴിമാടങ്ങൾ അവൻ കാണുന്നു. തന്റെ ഭാര്യയും മക്കളുമാണെന്ന് കരുതി അവൻ ഓടിപ്പോയി ആ മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോൾ എന്താ, പന്നി, ആട്, കോഴി ഇതൊക്കെയാണ് കുഴിച്ചിട്ടുന്നത്. അത് കണ്ടിട്ട് ചെറിയൊരു ആശ്വാസം തോന്നി, എന്തെന്നാൽ ഭാര്യയും മക്കളും അല്ലല്ലോ. എന്നിട്ട് അവന്റെ അടുത്ത് തന്നെ ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവൻ പോകുന്നു. അവിടെ നിറയെ മൃതശരീരങ്ങൾ അഴുകിയിരിക്കുകയും കൂടെ കുറെ മന്ത്രബൊമ്മകളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കിഴവിയുടെയും കിഴവന്റെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ നായകൻ കാണുന്നു. ആ ഫോട്ടോ എടുത്ത വർഷമാണെങ്കിലോ 1860 700-800 വർഷങ്ങളായിട്ടും ഇവർ എന്തുകൊണ്ട് വയസ്സായില്ല, എന്തുകൊണ്ട് മരിച്ചില്ല എന്നോർത്ത് അവൻ അമ്പരന്നു പോകുന്നു. ആ ഫോട്ടോയുടെ അടുത്ത് തന്നെ ഒരു മന്ത്ര ബുക്കും ഉണ്ടായിരുന്നു. അത് വായിച്ചു നോക്കുമ്പോഴാണ് അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ ഒരേ കുടുംബത്തിലുള്ളവരുടെ കൈകാലുകളെ ആ കുടുംബത്തിൽ തന്നെ ഒരാളെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് അയാൾക്കുള്ള ഒരു മന്ത്രബൊമ്മയും ഉണ്ടാക്കി ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ബലി കൊടുത്താൽ ആ കിഴവന്റെയും കിഴവിയുടെയും ആയുസ് കൂടിക്കൊണ്ടേയിരിക്കും. അതിന് താഴെ ആ മന്ത്രബൊമ്മ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയും എഴുതി വച്ചിരുന്നു. അതനുസരിച്ച് ഹീറോ ഒരു ബൊമ്മ ഉണ്ടാക്കുന്നു. വേറെ ആർക്കും വേണ്ടിയല്ല, ആ കിഴവിക്ക് വേണ്ടി തന്നെ. എന്നിട്ട് ഓടി വന്ന് ആ വീട്ടിൽ എന്തെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടോന്ന് നോക്കുന്നു. കാരണം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളവരുടെ മൊബൈൽ ഫോണുകൾ അവരെന്തായാലും സൂക്ഷിച്ചു വയ്ക്കുമല്ലോ. അങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ കുറെ മൊബൈൽ ഫോൺ കാണും. അതിലൊരു മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ വെക്കുന്നതും ഈ കിഴവിയും കിഴവനും തിരിച്ചു വരുന്നു. വീട് തുറന്നു കിടക്കുന്നത് കണ്ട് നായകൻ കാലിലെ തുണി ഊരി അവൻ രക്ഷപ്പെട്ട് കാണും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി കയറി നോക്കുമ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നായകൻ ഓടി റൂമിൽ എത്തിക്കഴിഞ്ഞിരുന്നു കേട്ടോ. വേദന സഹിച്ച് തിരിച്ച് കാലിലേക്ക് ആ ആണി കുത്തി ബെഡിൽ കിടക്കാൻ ശ്രമിക്കും. കിഴവി ഓടി വന്ന് റൂം തുറന്ന് ആദ്യം നോക്കുന്നത് നായകന്റെ കാലിലേക്കായിരുന്നു. ആണി അവിടെ തന്നെയുണ്ട്, അവൻ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നു. ആ സമയം നായകൻ അടിച്ചുമാറ്റി വെച്ചിരുന്നില്ല ഒരു മൊബൈൽ ഫോൺ, അത് യൂസ് ചെയ്ത് അവിടെയുള്ള പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. തന്റെ ഭാര്യയും മക്കളെയും കാണാനില്ല. അപ്പോൾ പോലീസ്, ഓ നിന്റെ ഭാര്യയും മക്കളെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്നെ കംപ്ലൈന്റ് ചെയ്തിരുന്നല്ലോ. അത് കേട്ടതും അവന് സന്തോഷമായി. അവര് സേഫായി തന്നെ ഉണ്ടല്ലോ എന്ന് അവന് മനസ്സിലായി. എത്രയും വേഗം എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്ന് നായകൻ പോലീസിനോട് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് പോലീസ് പുറത്തു വന്നതും നായകൻ ഓടി ജനൽ വഴി അവരെ വിളിക്കാൻ ശ്രമിക്കുന്നതും ഈ കിഴവി ഓടി വന്ന് മന്ത്രബൊമ്മ ഉണ്ടായിരുന്നല്ലോ, ഇവനെ സങ്കല്പിച്ചുണ്ടാക്കിയ മന്ത്രബൊമ്മ, അതിനെ നാവ് മാറ്റുകയും ചെയ്യുന്നു. അത് കാരണം നായകന് സംസാരശേഷി നഷ്ടപ്പെടുന്നു. അതിനുശേഷം ആ ഒരു മന്ത്രബൊമ്മയെ വരിഞ്ഞു കെട്ടുന്നു. അതായത് അവന് അവിടെ നിന്ന് ഓടാനോ അല്ലെങ്കിൽ അനങ്ങാനോ പറ്റാത്ത രീതിയിൽ ആ മന്ത്രബൊമ്മയെ ഒരു നൂലിട്ട് കെട്ടിവെക്കുന്നു.
അങ്ങനെ പോലീസ് തിരിച്ചു പോകാൻ ഇറങ്ങുന്ന സമയത്ത് നായകൻ പതുക്കെ ആ ബൊമ്മയും എടുത്ത് ആ വീടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ കിഴവനും മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ പ്ലാനും ഡ്രോപ്പായി. അന്ന് രാത്രി എങ്ങനെയൊക്കെയോ വീണ്ടും രക്ഷപ്പെട്ട് പോലീസിന്റെ കാറിൽ മുന്നിൽ ഹീറോ വന്നു പെടുന്നു. കാറിൽ കയറി ആ ബൊമ്മയ്ക്ക് അവൻ നാവ് വെച്ച് കൊടുത്തിട്ട് ശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ പോലീസിനോട് പറയുന്നു. ഓക്കെ ശരി, അങ്ങനെയെങ്കിലും അയാൾ നമ്മുടെ നായകനെ രക്ഷിക്കുമെന്ന് നോക്കുമ്പോൾ എന്താ, അയാൾ ആ നായകനെ തിരിച്ച് ആ കിഴവിയുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കുന്നു. പിന്നെയും നമ്മുടെ ആ ജിമ്മൻ വന്ന് നായകനെയും തൂക്കിയെടുത്ത് ബലി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. നായകനെ കുത്തിക്കൊല്ലാനായിട്ട് കിഴവി കൈ ഓങ്ങുന്നതും നായകൻ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ഇത് കണ്ടിട്ട് കിഴവിയുടെ ഭർത്താവ് ഓടി വന്ന് അവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ തന്റെ കാലിൽ നിന്ന് വലിച്ചൂരിയില്ലേ ആ ആണി, അതെടുത്ത് ആ കിഴവന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നാട്ടുകാരും ഭയന്നോടാൻ തുടങ്ങുന്നു. ഇതേ സമയം ഹീറോയുടെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. അവരൊരുമാതിരി കിളിപോയ രീതിയിലായിരുന്നു നിൽക്കുന്നത്. ഹീറോ ആ മന്ത്രബുക്കിൽ നോക്കി പഠിച്ച ഒരു പൊടി അവരുടെ മേലെ ഊതി അവരെ സ്വബോധം തിരിച്ചു കൊണ്ടുവരുന്നു. അതായത് അവരൊരു മന്ത്രജാലത്തിന് അടിമയായിരുന്നു. അവരൊരു ശില്പം പോലെ നിൽക്കുകയായിരുന്നു. അവർക്ക് സ്ഥിരകാല ബോധമോ സ്വന്തമായിട്ടുള്ള അറിവോ ഉണ്ടായിരുന്നില്ല. ഈ പൊടി ഊതിയതും അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നു. അപ്പോഴാണ് നായകൻ ശ്രദ്ധിക്കുന്നത് തന്റെ മകന്റെ ഒരു കൈ ആരോ അറുത്തു മാറ്റിയിരിക്കുന്നു. അതാണ് ആ കിഴവി തനിക്ക് സൂപ്പിൽ കൂടി തന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം അവരെല്ലാം കൂട്ടി പുറത്തേക്ക് ഓടി വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ പോലീസിനെ അടിച്ചിട്ടിട്ട് അവരുടെ കാറിൽ കയറി പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് ഈ കിഴവിക്ക് വേണ്ടി ഒരു മന്ത്രബൊമ്മ നമ്മുടെ നായകൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കയ്യിലെടുത്ത് അവർ ആ കാറിലേക്ക് പോകാനായിട്ട് പോകുമ്പോഴേക്കും ഈ ജിമ്മൻ ഉണ്ടല്ലോ, അവൻ വന്ന് നമ്മുടെ നായകന് ഒരുപാട് അടിക്കും. പെട്ടെന്ന് തന്നെ ഈ ജിമ്മന്റെ വായിൽ നിന്ന് കുറെ വെള്ളം ഛർദ്ദിച്ചു പോകുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്മന് വേണ്ടിയും നമ്മുടെ നായകൻ ഒരു മന്ത്രബൊമ്മ റെഡിയാക്കിയിരുന്നു. അതിനെ ഒരു വെള്ളത്തിലിട്ടിട്ടായിരുന്നു ഈ സ്റ്റണ്ടല്ല. അങ്ങനെ ആ ജിമ്മനും മരിച്ചു പോകുന്നു. ഇനി എന്താന്ന് വെച്ചാൽ നമ്മുടെ കിഴവി ഉണ്ടല്ലോ, അവർ ആ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഈ മന്ത്രബൊമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ആ ബൊമ്മകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നായകൻ ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. എവിടെയാടാ നീ പോകുന്നത്? നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആ കിഴവി അവന്റെ നേരെ വരും. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നായകൻ ആ കിഴവിയുടെ നേരേക്ക് ആ മന്ത്രപ്പൊടി ഉണ്ടല്ലോ അത് ഊതി വിടുന്നു. എന്നിട്ട് ആ കിഴവിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നില്ലേ ആ മന്ത്രബൊമ്മ, അതെടുത്ത് അടിയോടടി എന്നിട്ട് ഒരൊറ്റ ഏറി അതേമാതിരി തന്നെ നമ്മുടെ കിഴവിയും പറന്നുപോയി വീഴുന്നു. എന്നിട്ട് ആ സ്ഥലമെല്ലാം നമ്മുടെ നായകൻ തീയിടുന്നു. ഇങ്ങനെ പറന്നുപോയി വീണ ആ കിഴവി പിന്നെയും ഒരു കത്തി എടുത്ത് നമ്മുടെ നായകനെ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ബേസ്മെന്റിന് പുറത്തേക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല. എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രബുക്ക് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ നായകൻ ഉപ്പ് കൊണ്ട് ഒരു കളമൊക്കെ വരച്ചിട്ടാ പോയത്. അതുകൊണ്ട് തന്നെ ആ കിഴവിക്ക് അതിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ ആ കിഴവി അതിൽ കിടന്ന് വെന്തു മരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാരന്റെ കാർ എടുത്ത് നമ്മുടെ നായകനും കുടുംബവും ആ കാറിൽ കയറി പോകുന്നതായിട്ടാണ്. അടുത്ത സീൻ എന്ന് പറയുന്നത് കിഴവിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നില്ല ഒരു മന്ത്രബൊമ്മ, അത് അവിടെ വെന്ത് കിടക്കുന്നു. പെട്ടെന്ന് തന്നെ അതിന്റെ കണ്ണ് തുറക്കുന്നു. ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക.